ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്ക് സുഖം തന്നെ. പനിയെല്ലാം മാറി ഒന്ന് ഓക്കെ ആയിട്ടിരിക്കുക കേട്ടോ. ഈ വീഡിയോ ഞാൻ ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എടുത്തതാണ് കേട്ടോ. പക്ഷേ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം അപ്ലോഡ് ചെയ്യാൻ താമസിച്ചേ. ഓണമെല്ലാം കഴിഞ്ഞ് പച്ചക്കറിയെല്ലാം കഴിച്ച് മടുത്തിരിക്കുമ്പോഴാണ് ഇച്ചിരി കപ്പയും മീൻകറിയും കഴിച്ചാൽ എന്താണെന്ന് തോന്നുന്നത്. എന്തെങ്കിലും കഴിക്കണമെന്ന് കൊതി തോന്നിയാൽ പിന്നത്തേക്ക് മാറ്റി വെക്കരുതെന്നല്ലേ പറയുന്നത്. ഞാനും താമസിച്ചില്ല കേട്ടോ. ഉടനെ തന്നെ പോയി കപ്പയും വാങ്ങിച്ചു, മീനും വാങ്ങിച്ചു. കപ്പയും മത്തിക്കറിയാണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം. പക്ഷെ മീൻ വാങ്ങിക്കാൻ ചെന്നപ്പോൾ മത്തി കിട്ടിയില്ല, അയിലയായിരുന്നേ. അയിലെങ്കിൽ അയില എന്തായാലും വാങ്ങിച്ചേക്കാമെന്ന് കരുതി. പക്ഷെ നല്ല പച്ച അയിലയായിരുന്നു, നല്ല ഇടത്തരം പച്ച അയില. ഞാനത് നല്ലവണ്ണം വെട്ടിക്കഴുകി സ്വല്പം ഉപ്പൊക്കെ ഇട്ട് വൃത്തിയായിട്ട് തേച്ച് കഴുകിയെടുത്തു. എന്നിട്ട് നമ്മൾ ഈ വറക്കാനൊക്കെ വരയത്തില്ലേ, അതുപോലെ അയില ഒന്ന് നന്നായിട്ട് വരഞ്ഞു വെച്ചു. ഞാൻ കരുതി അയില ഒന്നോടെ തന്നെ ഇട്ട് കറി വെക്കാമെന്നേ, മുറിക്കുന്നില്ലെന്ന് കരുതി. എനിക്കങ്ങനെ മത്തിയും അയിലയൊക്കെ അങ്ങനെ കറി വെക്കുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ കറിക്ക് വേണ്ടിയിട്ട് സവോളയും കുഞ്ഞുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചു. അതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും മസാലകളും കൂടെ കറിക്ക് വേണ്ടി എടുത്തു വെച്ചു. ഇത്രയും മസാലയാണ് നമ്മൾ കറിക്ക് ചേർക്കുന്നത്. പിന്നെ ഞാനൊരു 2 ചുള കുടംപുളി കൂടെ എടുത്ത് ഒന്ന് വൃത്തിയായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചു കുതിരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയെല്ലാം കൂടെ ഒന്ന് വഴറ്റാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ ഈ നാടൻ കറിക്കെല്ലാം വെളിച്ചെണ്ണയായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ കൂടുതൽ കറികൾക്കും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് വെക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആവശ്യത്തിനല്ല, ഒരു സ്വല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ആ സവാളയെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റാൻ വേണ്ടി ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കപ്പയൊന്ന് ഒരുക്കിയെടുക്കാമെന്ന് കരുതി. കപ്പയിൽ നിറച്ച് ചെളിയൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നേ. എനിക്ക് തോന്നുന്നു ആ കപ്പ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ എവിടുന്നോ പറിച്ച് കടയിൽ കൊണ്ട് കൊടുത്തതാണെന്ന് തോന്നുക. കാരണം അന്നേരം പറിച്ച കപ്പ പോലെ കേട്ടോ ഇരുന്നിരുന്നത്. ആ കപ്പയുടെ തോലെല്ലാം കളഞ്ഞെടുത്തപ്പോഴത്തേക്കും ഈ ഉള്ളി വഴന്ന പോലെ തോന്നി. അതൊന്ന് നോക്കിയിട്ട് വന്ന് ആ കപ്പയുടെ തോലെല്ലാം കളഞ്ഞ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച്. പണ്ടൊക്കെ ഇവിടെ എപ്പോഴും കപ്പ കാണുമായിരുന്നു, നമ്മുടെ ആവശ്യത്തിന് പറിച്ചെടുക്കാൻ വേണ്ടി. ഒത്തിരിയല്ല, കുറേശ്ശെ എല്ലാം നട്ടു വെക്കുമായിരുന്നു. പക്ഷേ ഈയിടെ കൊണ്ട് കപ്പ അങ്ങനെ നട്ടിട്ടില്ല. നട്ട കപ്പയാണെങ്കിലോട്ട് പറിക്കാറൊട്ട് ആയിട്ടുമില്ല. അത് കാരണം കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വന്നേ. ആ കപ്പയുടെ തോലെല്ലാം ഒന്ന് കളഞ്ഞു വെച്ചിട്ട് ആ സവോള വഴറ്റിയത് ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ സവാളയെല്ലാം ഒന്ന് 2 സൈഡിലോട്ടൊന്ന് ഒതുക്കി വെച്ച് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തേ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. അതിൻ്റെ പച്ചമണം മാറി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തു. അത് എരിവില്ലാത്ത മുളക് പൊടിയും നമ്മുടെ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ചിരുന്ന കുടംപുളി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചു. ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ തിളയ്ക്കാൻ വേണ്ടി വെച്ചത്. ഞാൻ ചാറ് കുറച്ച് മതി എന്ന് കരുതി കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളേ. അതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ആ കപ്പയൊന്ന് നുറുക്കിയെടുത്തു. കപ്പ നുറുക്കാൻ ചെന്നിട്ട് പിച്ചാത്തിക്ക് തീരെ മൂർച്ചയില്ല. ഈ ഓണത്തിനുള്ള പച്ചക്കറി അരിയിലെല്ലാം കഴിഞ്ഞപ്പോൾ പിച്ചാത്തിയുടെയൊക്കെ മൂർച്ച പോയി. ഇനിയിപ്പോൾ പിച്ചാത്തി ഒന്ന് മൂർച്ച വെച്ചെടുക്കണം. ഞാൻ പിച്ചാത്തിക്ക് മൂർച്ച വെക്കാനായിട്ടേ സാൻഡ് പേപ്പറിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് പിച്ചാത്തിയുടെ 2 സൈഡിലും ഒന്ന് ഉരസി കൊടുക്കത്തേ ഉള്ളേ. അപ്പോൾ നമ്മുടെ പിച്ചാത്തിയുടെ സൈഡ് ആ കനവും കുറയത്തില്ല, അതുപോലെ തന്നെ പിച്ചാത്തിക്ക് മൂർച്ചയും വരും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കല്ലേലിട്ട് ഉരച്ചാട്ടോ പിച്ചാത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നത്. കപ്പയെല്ലാം ഒന്ന് കഴുകി എടുത്ത് ഒരു ചട്ടിക്കകത്തോട്ട് വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേകാനായിട്ട് വെച്ചു കേട്ടോ. കപ്പ മൺചട്ടിക്കകത്ത് വേവിക്കുന്ന കേട്ടോ ടേസ്റ്റ്. അപ്പോഴേക്കും ആ അരപ്പ് തിളച്ചു വന്നിട്ടുണ്ട്. തിളച്ച എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആ എടുത്തു വെച്ചിരുന്ന അയിലയെല്ലാം പെറുക്കിയിട്ടു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അയില മുറിക്കാതെ ഒന്നോടെയാണ് ഇടുന്നതെന്ന്. ഒരുപാട് ചാറില്ലാതെയാണ് കറി വെക്കുന്നത്. അപ്പം ഞാൻ ആ അയിലയെല്ലാം ഒന്ന് ചാറിലോട്ടൊന്ന് അമർത്തി ഒന്ന് മുക്കി വെച്ചു. അതിന് ശേഷം ഒരു 2 കരിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഒന്ന് വെച്ചു, അതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ തിരുമിയെടുത്തേ. എനിക്ക് കപ്പ കുഴച്ചെടുക്കുമ്പോൾ തേങ്ങ തിരുമിയിടുന്ന ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അരപ്പുണ്ടാക്കാതെ വെള്ളയ്ക്ക് തന്നെ തേങ്ങ ഇടുവേ.
അതിനുശേഷം ആ മീൻകറി ഒന്ന് നോക്കി, മീൻകറി ഒന്ന് കുറുകി വന്നിട്ടുണ്ടേ. ഞാനൊന്ന് ചുറ്റിച്ചു കൊടുത്തു. നമ്മൾ മീൻകറി വെക്കുമ്പോഴേ തവി ഇട്ട് ഒത്തിരി ഇളക്കുവാണെങ്കിൽ മീൻ മുഴുവൻ ഉടഞ്ഞു പോകും. അതുകാരണം ഞാൻ മീൻകറി വെക്കാൻ നേരം അധിക നേരം തവി ഇട്ട് ഇളക്കത്തില്ല കേട്ടോ. കഴിയുന്നതും ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കത്തേ ഉള്ളൂ. ഉപ്പ് നോക്കിയപ്പോഴേ ഒരു സ്വല്പം ഉപ്പ് കുറവുണ്ടേ. അപ്പോൾ ഞാനൊരു സ്വല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ച് അതൊന്നുകൂടെ ഒന്ന് കുറുകി വരാൻ വേണ്ടി അടുപ്പത്ത് തന്നെ വെച്ചേ. മീൻകറിക്കകത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അത് ഒത്തിരി നേരം തവി ഇട്ടിളക്കാതെ. കഴിയുന്നതും അരപ്പ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വിളമ്പാനായിട്ടോ ഉപ്പ് നോക്കാനായിട്ടോ ഒക്കെ ഈ കറിക്കകത്ത് തവി ഇടാവുള്ളൂ. അപ്പോഴേക്കും കപ്പ വെന്ത് വന്നിട്ടുണ്ടേ. ഞാൻ കപ്പ ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കത്തുള്ളേ. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. ഇനിയിപ്പം ആ കപ്പയിലെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റി എടുക്കണം. കപ്പയിലെ വെള്ളമെല്ലാം ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിനകത്തേക്ക് ഞാൻ ആ ചിരണ്ടി വെച്ചിരുന്ന തേങ്ങ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഉടച്ചെടുക്കുവാണേ. എനിക്ക് ഈ കപ്പ ഇങ്ങനെ അരപ്പെല്ലാം ചേർത്ത് മഞ്ഞ കളറിൽ വെക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതാണ് കേട്ടോ. എന്നിട്ട് ഇനിയിപ്പം ഇതിനകത്തേക്ക് സ്വല്പം പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് എടുക്കണം. എന്നാ ടേസ്റ്റാണെന്നറിയാവോ? നിങ്ങളിതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇനിയിപ്പം ഞാൻ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഒത്തിരി സമയം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല, കഴിച്ചേ പറ്റൂ. അപ്പം ഞാൻ കപ്പയും വിളമ്പി അതുപോലെ തന്നെ മീൻകറിയും വിളമ്പി എടുത്ത് കഴിക്കാൻ പോവുകയാണേ. ഈ കപ്പയും ഈ മുളകിട്ട് വെച്ച മീൻകറിയും കൂടെ അപാര കോമ്പിനേഷനാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കപ്പയും മീൻകറിയും കഴിക്കാൻ പോവുകയാണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.